അഡ്വക്കേറ്റ് രാംകുമാർ സാർ, ഒരു പക്ഷേ ഒരു കാലത്ത് വടക്കാഞ്ചേരി വരെയും അങ്ങ് വേങ്ങാട് വരെയും പരന്നു കിടക്കുന്ന ഭൂസ്വത്തിന് ഉടമയായിരുന്നു ഗുരുവായൂർ കണ്ണൻ, നമ്മുടെയൊക്കെ കണ്ണൻ. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് നമുക്കെല്ലാം അറിയാം. ഇത് മാത്രമല്ല, ഈ 1985 പൊതുകാര്യത്തിനായി ദേവസ്വം ഭൂമി പാട്ടത്തിനെടുത്ത് 62 kV സബ്സ്റ്റേഷൻ പണിതു. 99 വർഷത്തേക്ക് വെറും 1000 രൂപ പാട്ടക്കാലാവധിയിൽ ഇങ്ങനെയൊരു പരിപാടിയാണ് നടന്നു. ഇടതടവില്ലാതെ വൈദ്യുതി ലഭിക്കുമെന്നാണ് അന്ന് കരാറിൽ പ്രധാനമായി ഉണ്ടായിരുന്ന വാഗ്ദാനം. പക്ഷേ പിന്നീട് ഗുരുവായൂർ അമ്പലത്തിൽ വൈദ്യുതി ഇല്ല. അങ്ങനെ ആ വൈദ്യുതി തടസ്സം ഒന്ന് മാറ്റാൻ വേണ്ടി 3 ജനറേറ്ററാണ് വാങ്ങിയത്. അവിടെയും കൃത്യമായി തന്നെ അഴിമതി നടക്കാനുള്ള സാധ്യത. ഇങ്ങനെ ഒരു 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 വിഷയത്തിൽ മാത്രമല്ല, ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിലേക്ക് പോകും തോറും ഞെട്ടിക്കുന്ന പല കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗോശാല തിരിച്ച് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാൻ 250 കോടിയുടെ ഒരു വലിയ പ്രൊജക്റ്റുമായി വന്നിരുന്നു. ഇങ്ങനെ ഓരോ കാര്യത്തിലും കൃത്യമായ ടാർഗറ്റ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കള്ളത്തരങ്ങളൊക്കെ നടക്കുന്ന വേള അതും കൃത്യമായി തന്നെ നമ്മൾ എടുത്തു പറയണം. യുവതീ പ്രവേശനം, ആക്ടിവിസ്റ്റുകളെ പോലീസ് ബന്ധവസ്തത്തിൽ മല കയറ്റാൻ കൊണ്ടുവന്ന് എല്ലാ ഫോക്കസും ശബരിമലയിലേക്ക് പോയ ആ സമയത്താണ് കേരളമെമ്പാടുമുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള കാട്ടുകൊള്ള നടന്നത്. അതും കൂടി അടിവരയിട്ട് പറയണ്ടേ ശ്രീ രാംകുമാർ സാർ? തീർച്ചയായിട്ടും ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ക്ഷേത്രങ്ങൾ ഭക്തരുടെ കേന്ദ്രമാകുന്നതിന് പകരം കൊള്ളക്കാരുടെ കേന്ദ്രങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ ആവർത്തിച്ച് പറയണു, കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ള വ്യവസായം ഇന്നും ശബരിമലയാണ്. മണ്ഡലക്കാലത്ത് കേരളത്തിലെ പല വിഭാഗം ജനങ്ങൾക്ക് വരുമാനമുണ്ടാക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ചായക്കടക്കാർ, ഹോട്ടലുകാർ, ഇവർക്കൊക്കെ വരുമാനം. ഇതാണ് ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു പുകക്കുഴൽ കൊണ്ടുവരാൻ കഴിവില്ലാത്ത ഭരണാധികാരികളാണ് കഴിഞ്ഞ കാലം ഭരിച്ചിരുന്നത്. അവർ കൈയിട്ട് വാരുന്ന ഒരു സ്ഥാപനമായി ശബരിമല മാറിയിരിക്കുന്നു. ഇപ്പോൾ ഗുരുവായൂരും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം മഞ്ഞുമലയാണ്. മറ്റ് ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നുള്ളൂ. പിന്നെ താങ്കൾ ഭൂമിയെപ്പറ്റി പറഞ്ഞു. ഭൂമി നഷ്ടപ്പെടാത്ത ഏത് ക്ഷേത്രമാണ് കേരളത്തിലുള്ളത്? കൊട്ടിയൂർ, കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഭൂമി മുഴുവൻ അന്യാധീനപ്പെട്ടിരിക്കുകയാണ്. ആരും ചോദിക്കാനില്ല. പാലയിൽ ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഭൂമി കയ്യേറി കൈവശപ്പെടുത്തിയതിന് കോടതി വിധി ഉണ്ടായിട്ട് പോലും നടപ്പാക്കാൻ പറ്റുന്നില്ല. ഇത് തുടർക്കഥയാണ്. ശബരിമല ദേവസ്വത്തിൻ്റെ ഭൂമി പോലും അന്യാധീനപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതൊന്നും ആരും ചോദിക്കാനും പറയാനുമില്ല. മറ്റ് മതവിഭാഗങ്ങളാണെങ്കിൽ ഒരു രോമം നഷ്ടപ്പെട്ടാൽ തീ കത്തിക്കുന്ന പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നു. അതാണ് ഞാനും പറഞ്ഞത്. ഈ അനാസ്ഥ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ കപട മതേതരവാദികളുടെ കയ്യിൽ ക്ഷേത്രഭരണം വന്നാൽ, നിരീശ്വരവാദികളുടെ കയ്യിൽ ക്ഷേത്രഭരണം വന്നാൽ, കക്കാൻ താല്പര്യം മാത്രം വെച്ചുകൊണ്ട് അധികാര സ്ഥാനങ്ങളിലെ നെട്ടോട്ടമോടുന്ന ആളുകളുടെ കയ്യിൽ ഭരണം വന്നാൽ ഇതുണ്ടാകും. ഇപ്പോൾ പരിപൂർണമായും ഹിന്ദുക്കളെ ഏൽപ്പിച്ചാൽ ഇതുണ്ടാവില്ല എന്ന അവകാശവാദമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അല്പമെങ്കിലും വ്യത്യാസം ഉണ്ടാവും. കാരണം തിരുപ്പതിയിൽ ഇതിൻ്റെ 10 ഇരട്ടി വരുമാനമുണ്ട്. ഇതുപോലത്തെ ഒരു അപഖ്യാതി ഇത്രയും കാലമായിട്ട് തിരുപ്പതിയിൽ കേട്ടിട്ടുണ്ടോ? പോട്ടെ, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനർഘമായ സ്വർണമുണ്ട്. നിലവറകളിൽ മഹാരാജാക്കന്മാർ സൂക്ഷിച്ചിരുന്ന് കോടിക്കണക്കിന് സ്വർണമുണ്ട്. ഒരു തരി സ്വർണം അവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്താ കാരണം? മഹാരാജാക്കന്മാരുടെ നിയന്ത്രണം ഇപ്പോഴും ഉണ്ടാവുന്നതുകൊണ്ട് പരിപൂർണമായും രാഷ്ട്രീയക്കാർക്ക് കൈയിട്ട് വാരാൻ കഴിയുന്നില്ല. ഇവിടെ ഏതോ മാന്യ സുഹൃത്തുക്കളുടെ ചർച്ചയിൽ സൂചിപ്പിച്ചു, കള്ളന് വാതിലുറന്ന്. ഇവിടെ കള്ളൻ കപ്പലിൽ തന്നെയാണ്. പറഞ്ഞോളൂ ശ്രീ രാംകുമാർ സാർ, പോയിന്റ് പൂർത്തിയായിക്കോളൂ. കപ്പലിൽ തന്നെയാണ് കള്ളൻ. തിരുവനന്തപുരത്ത് മഹാരാജാക്കന്മാരുടെ ഉദാത്തമായ മാതൃക നിങ്ങളൊന്ന് നോക്കൂ. അവർക്ക് വേണമെങ്കിൽ ആ സ്വർണം മുഴുവൻ വിൽക്കാമായിരുന്നു, സ്വന്തം കൊട്ടാരത്തിലേക്ക് മാറ്റാമായിരുന്നു. ചെയ്തില്ലല്ലോ. അതിന് പകരം ഈ രാജ്യം മുഴുവൻ പത്മനാഭൻ്റെയാണ്, ഞാൻ പത്മനാഭദാസനാണ് എന്ന് പറഞ്ഞിട്ടാണ് രാജപ്രമുഖ് കൊച്ചി രാജ്യവുമായി തിരുവിതാംകൂർ യോജിപ്പിച്ചത്. ഈ മനസ്ഥിതി
നമ്മുടെ എടപ്പുരോ ഭരണക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂ? കാരണം അവർ വിശ്വസിക്കുന്ന ദൈവമില്ല എന്നാണ്, മതമില്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. പക്ഷേ ആ വിശ്വാസം വയ്ക്കുന്ന ആളുകൾ ഏത് അഫിഡവിറ്റിൽ വേണ്ടി നാണം കെട്ട രീതിയിൽ ഒപ്പിട്ട് കൊടുക്കും. നക്കാപ്പിച്ചൊരു മെമ്പർ സ്ഥാനത്തിന് വേണ്ടി ഇത്രമാത്രം അധപ്പതിച്ചു പോയല്ലോ ആ മഹത്തായ പ്രസ്ഥാനം. എന്നിട്ടിപ്പോൾ വീരവാദം മുഴക്കാണ്. ഞങ്ങളല്ല ഉത്തരവാദികൾ, നിങ്ങൾ മാത്രമാണ് ഉത്തരവാദികൾ. കാരണം നിരീശ്വരവാദികളുടെ കയ്യിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ എന്നകപ്പെട്ടോ അന്നാണ് ആ ക്ഷേത്രങ്ങളുടെ അധപ്പതനം തുടങ്ങി. ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡും ഇത് ആവർത്തിക്കുന്നു. ഇനി അവിടുത്തെ കഥകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഈ അധോഗതി വന്നത് ഈ ക്ഷേത്രങ്ങളുടെ ഭരണം നിരീശ്വരവാദികളുടെ കയ്യിലും മതം കറുപ്പാണെന്നുള്ള മുദ്രാവാക്യം മുഴക്കുന്ന അവരെന്നെ വിശ്വസിക്കുന്നില്ല. കാരണം സ്ഥാനം കിട്ടുമ്പോൾ കറുപ്പല്ല, സ്വർണ്ണമാണ്. ക്ഷേത്രങ്ങളെ സ്വർണ്ണഖനികളായി മാറ്റിയ യാതൊരു തത്വദീക്ഷയുമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ നിയന്ത്രണത്തിൽ അത് വന്നതുകൊണ്ടാണ് ഈ ദുർഗതി വന്നത്. ഈ ദുർഗതി മാറ്റാൻ ഭക്തസമൂഹം ഉണർന്ന് പ്രവർത്തിക്കുകയല്ലാതെ ഒരു മാർഗവുമില്ല. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനക്കൊമ്പെന്നൊക്കെ പറഞ്ഞത് താരതമ്യേന നിസ്സാരമാണ്. ശബരിമലയിൽ നടന്ന കക്കൽ ആലോചിച്ചാൽ, കൊള്ള ആലോചിച്ചാൽ ഇതെല്ലാം നിസ്സാരമാണ്. സ്വർണത്തിൻ്റെ എല്ലാ തരികളും അന്യരുടെ വീട്ടിലായിക്കഴിഞ്ഞു. ഇതെല്ലാം ഉള്ളത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തരുടെ സംഭാവനയാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അവരെ ചതിക്കലാണ്, അവരെ വിശ്വാസവഞ്ചനയാണ്. ഇത്രയും ക്രൂരമായ നടപടി ഒരു പുരോഗമന പ്രസ്ഥാനക്കാരെന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ നിന്നുണ്ടാവുന്നത് വാസ്തവത്തിൽ അക്ഷന്തവ്യമായ അപരാധമാണ്. അവരതിന് പ്രായശ്ചിത്തം ചെയ്തേ മതിയാകും. അവിടെ 2 കൺവെൻഷൻ വെച്ച് ഒഴിഞ്ഞ കസാരകളോട് സംസാരിച്ചുകൊണ്ട് ഇതിന് പരിഹാരമാവില്ല. അതേപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമി നയിക്കുന്ന UDF പന്തളത്ത് ഒഴിഞ്ഞ കസാലയോട് പ്രസംഗിച്ചുകൊണ്ട് ഇതിന് പരിഹാരമാവില്ല. ഇതിന് പരിഹാരം കാണണമെങ്കിൽ ശക്തമായ ഭക്തരുടെ മുന്നേറ്റം ഈ കാര്യത്തിൽ ഉണ്ടാകണം. ശബരിമല യുവതീ പ്രവേശന കാലത്ത് ആ ബാലവൃത്തം ജനങ്ങളും തെരുവിലിറങ്ങി. അതേപോലെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവണം. അത് രാഷ്ട്രീയക്കാർ നിയന്ത്രിക്കരുത്, ഭക്തർ നിയന്ത്രിക്കണം, വിശ്വാസികൾ നിയന്ത്രിക്കണം. അന്നേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ.